ഖത്തറിന്റെ വടക്ക് ഭാഗത്തുള്ള പട്ടണമായ അൽഖോറിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കമ്പനിയായ ഖത്തർ എനർജി LNG ഈ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്പനിയെ കൂടാതെ മറ്റു കമ്പനികളും റാസ് ലഫാനിലുണ്ട്. നേരത്തെ ഖത്തർ ഗ്യാസ് എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ LNG കമ്പനി. 2018 ഖത്തർ ഗ്യാസും റാസ് ഗ്യാസും ലയിച്ചാണ് ഇന്നത്തെ രീതിയിലേക്ക് ഇത് മാറിയത്. നിലവിൽ പ്രതിവർഷം 77 മില്യൺ ടൺ ആണ് ഇവരുടെ ഉൽപാദനശേഷി. ഖത്തറിന്റെ ആകെ GDPയുടെ പകുതിയിലധികം വരുന്നത് ഖത്തർ എനർജിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വമ്പൻ വികസനങ്ങൾക്ക് പിന്നിലെ പ്രധാന സാമ്പത്തിക സ്രോതസ്സും ഈ കമ്പനിയാണ്. ഒരു കാലത്ത് ഉപയോഗശൂന്യമെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട ഒരു കണ്ടുപിടുത്തം പിന്നീട് എങ്ങനെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിധിയായി മാറി എന്നതിന്റെ കഥയാണ് ഖത്തർ എനർജി LNG. രാജ്യം പാപ്പരായേക്കാം എന്ന് പലരും ഭയപ്പെട്ട ഒരു വലിയ സാഹസത്തിന്റെ കഥയാണത്. എന്നാൽ ആ തീരുമാനം ഖത്തറിനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി മാറ്റി. ഇതാണ് ഖത്തർ നോർത്ത് ഫീൽഡിന്റെ കഥ. വർഷം 1971. ഖത്തറിന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച സമയം. എണ്ണ വ്യവസായം തഴച്ചു വളരുകയാണ്. സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ കറുത്ത സ്വർണം അഥവാ എണ്ണ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഷെൽ കമ്പനിയിലെ എഞ്ചിനീയർമാർ. അവർ ഖത്തറിന്റെ നോർത്ത് ഭാഗത്തുള്ള കടലിൽ നോർത്ത് വെസ്റ്റ് ഡോം 1 എന്ന പേരിൽ ഒരു കിണർ കുഴിച്ചു. അവർക്ക് അവിടെ നിന്ന് എന്തോ ലഭിച്ചു. പക്ഷേ അത് എണ്ണയായിരുന്നില്ല, അത് വാതകമായിരുന്നു. ഷെൽ കമ്പനിയിലെ ഓഫീസർമാർ വളരെ നിരാശയിലായി. കാരണം ആ കാലഘട്ടത്തിൽ ഇത് അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. 1970കളിൽ പ്രകൃതിവാതകം ഒരു ശല്യമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എണ്ണ കുഴിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതും ചെലവേറിയതുമായ ഒരു ഉപോൽപ്പന്നം മാത്രമായിരുന്നു അത്. പലപ്പോഴും അത് കത്തിച്ചു കളയുകയായിരുന്നു പതിവ്. എണ്ണ പോലെ വീപ്പകളിൽ നിറച്ച് അത് കയറ്റുമതി ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിനെ ദ്രാവക രൂപത്തിലാക്കാൻ -162 വരെ തണുപ്പിക്കണം. അതിനുള്ള സാങ്കേതിക വിദ്യ അന്ന് വളരെ അപൂർവവും ചെലവേറിയതുമായിരുന്നു. എണ്ണ ലഭിക്കാത്തതിനാൽ നിരാശരായ ഷെൽ കമ്പനി ആ പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക ശേഖരമാണ് അന്ന് അവർ ഉപേക്ഷിച്ചു പോയതെന്ന്. ഏകദേശം 2 പതിറ്റാണ്ടോളം ആരും തൊടാതെ ആ നിധി കടലിനടിയിൽ കിടന്നു. 1980കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലും ഖത്തറിലെ എണ്ണ ഉൽപാദനം കുറയാൻ തുടങ്ങി. സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായി. രാജ്യം ഒരു വഴിത്തിരിവിലായിരുന്നു. ഈ സമയത്താണ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി രംഗത്തെത്തുന്നത്. മറ്റുള്ളവർ കാണാത്തത് അദ്ദേഹം കണ്ടു. എല്ലാവരും എണ്ണയുടെ പിന്നാലെ പോയപ്പോൾ അദ്ദേഹം നോർത്ത് ഫീൽഡിലേക്ക് നോക്കി ഭാവി ദർശിച്ചു. ലോകം ഭാവിയിൽ ശുദ്ധമായ ഊർജം തേടുമെന്നും ഖത്തറിന് ലോകത്തിന്റെ ഊർജ സ്രോതസ്സാകാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ വെല്ലുവിളികൾ ഭയാനകമായിരുന്നു. ഒന്നാമത്തേത് ചെലവ്. വാതകം ദ്രവീകരിക്കുന്നതിനുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളർ വേണം. അന്ന് ഖത്തറിന്റെ കൈവശം അത്രയും പണം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് വിപണിയായിരുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗ്യാസ് വാങ്ങാൻ വിപണി ഇല്ലാത്തതായിരുന്നു മറ്റൊരു പ്രശ്നം. LNG ഉൽപാദന രംഗത്ത് മുൻ പരിചയമില്ലാത്ത ഒരു ചെറിയ രാജ്യത്തു നിന്നും 25 വർഷത്തെ കരാറിൽ ഗ്യാസ് വാങ്ങാൻ ആര് തയ്യാറാകും? മൂന്നാമത്തേത് റിസ്ക് ആയിരുന്നു. ഈ പദ്ധതി പരാജയപ്പെട്ടാൽ അത് രാജ്യത്തെ സാമ്പത്തികമായി തകർത്തേക്കാം. പക്ഷേ എല്ലാ എതിർപ്പുകൾക്കിടയിലും LNGയിലേക്ക് തിരിയാനുള്ള ധീരമായ തീരുമാനം ഷെയ്ഖ് ഹമദ് ഏറ്റെടുത്തു. ഖത്തറിന് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവർക്ക് പണവും സാങ്കേതിക വിദ്യയും ആവശ്യമായിരുന്നു. ഇതിന് പാശ്ചാത്യ ഭീമന്മാരായ മൊബൈൽ, ഇന്നത്തെ എക്സോൺ മൊബൈൽ, ടോട്ടൽ എനർജി എന്നിവരുമായി ഖത്തർ കൈകോർത്തു.
എന്നാൽ പദ്ധതി വിജയിക്കണമെങ്കിൽ ഗ്യാസ് വാങ്ങാൻ ഒരാൾ വേണമായിരുന്നു. ജപ്പാനിലെ ചുബു ഇലക്ട്രിക് പവർ എന്ന കമ്പനി ഖത്തറിൽ വിശ്വസിച്ച് ഖത്തറിൽ നിന്നും ഗ്യാസ് വാങ്ങാൻ കരാർ ഒപ്പിട്ടു. ഇതായിരുന്നു ഖത്തറിന്റെ സുവർണ ടിക്കറ്റ്. ഇതോടെ അന്താരാഷ്ട്ര ബാങ്കുകൾ വായ്പ നൽകാൻ തയ്യാറായി. റാസ് ലഫാനിൽ പണി തുടങ്ങി. ഒരു കാലത്ത് വിജനമായ മരുഭൂമിയായിരുന്ന ആ പ്രദേശം പൈപ്പുകളും കൂളിംഗ് ടവറുകളും തുറമുഖങ്ങളും കൊണ്ട് അത്ഭുത നഗരമായി മാറി. ഒടുവിൽ ആ നിമിഷം വന്നെത്തി. 1996 ഡിസംബറിൽ അൽ സുബാറ എന്ന് പേരിട്ട കപ്പൽ ജപ്പാനിലേക്ക് ഖത്തറിൽ നിന്നും LNGയുമായി റാസ് ലഫാൻ തുറമുഖം വിട്ടു. അതൊരു ചരിത്രപരമായ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ആ വലിയ സാഹസം വിജയിച്ചു. പിന്നീട് കണ്ടത് ഖത്തറിന്റെ കുതിപ്പാണ്. 2000 ഖത്തർ ഗ്യാസ് കയറ്റുമതി ചെയ്യുക മാത്രമല്ല, അതിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. ലോകത്തിലെ മറ്റേതൊരു ഗ്യാസ് കപ്പലിനേക്കാളും 80% വലിപ്പമുള്ള ക്യൂ ഫ്ലക്സ്, ക്യൂ മാക്സ് കപ്പലുകൾ അവർ നിർമ്മിച്ചു. ഇത് ഗ്യാസ് നീക്കം ചെയ്യൽ കൂടുതൽ ലാഭകരമാക്കി. ഖത്തർ പെട്ടെന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായി മാറി. സമ്പത്ത് കുമിഞ്ഞുകൂടി. ദോഹയിലെ അമ്പരചുംബികൾ, 2002 ലോകകപ്പ്, ലോകോത്തര സർവകലാശാലകൾ തുടങ്ങിയവയെല്ലാം ഈ വരുമാനത്തിൽ നിന്നും ഉയർന്നു വന്നു. UK, ജപ്പാൻ, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന ഊർജ പങ്കാളിയായി ഖത്തർ മാറി. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ്. LNG കയറ്റുമതിക്കായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്ന്. നോർത്ത് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിവാതകം ശുദ്ധീകരിക്കാനും ദ്രവീകരിക്കാനുമുള്ള അത്യാധുനിക പ്ലാന്റുകൾ ഇവിടെയുണ്ട്. വാതക കയറ്റുമതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഖത്തർ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഭീമൻ കപ്പലുകളാണ് ക്യൂ മാക്സ്, ക്യൂ ഫ്ലക്സ് എന്നിവ. ക്യൂ എന്നാൽ ഖത്തർ എന്നും മാക്സ് എന്നാൽ നോർത്ത് ഫീൽഡിലെ ടെർമിനലുകളിൽ അടുപ്പിക്കാൻ കഴിയുന്ന പരമാവധി വലിപ്പം എന്നുമാണ് അർത്ഥം. ഇതിന് ഏകദേശം 345 മീറ്റർ നീളമുണ്ട്. ഈഫൽ ടവറിനേക്കാൾ കൂടുതൽ. ഒരു സാധാരണ LNG കപ്പലിനേക്കാൾ 80% കൂടുതൽ വാതകം ഇതിൽ ഉൾക്കൊള്ളും. ക്യൂ ഫ്ലക്സ് എന്ന കപ്പൽ ഇടത്തരം വലിപ്പമുള്ള കപ്പലുകളാണ്. സാധാരണ കപ്പലുകളെ അപേക്ഷിച്ച് 50% കൂടുതൽ സംഭരണശേഷി ഇവയ്ക്കുണ്ട്. ഈ കപ്പലുകളിൽ തന്നെ ഗ്യാസ് വീണ്ടും തണുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അഥവാ ഓൺബോർഡ് റീലിക്വിഫാക്ഷൻ ഉള്ളതിനാൽ ഗ്യാസ് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. നോർത്ത് ഫീൽഡ് എക്സ്പാൻഷൻ എന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റ്. നിലവിൽ വർഷം തോറും 77 ദശലക്ഷം ടൺ LNG ആണ് ഖത്തർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കാനായി 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടക്കുന്നത്. ഒന്നാം ഘട്ടം നോർത്ത് ഫീൽഡ് ഈസ്റ്റ് അഥവാ NFE എന്നും രണ്ടാം ഘട്ടം നോർത്ത് ഫീൽഡ് സൗത്ത് അഥവാ NFS എന്നും അറിയപ്പെടുന്നു. ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉൽപാദനം 110 ദശലക്ഷം ടണ്ണായി ഉയരുമെങ്കിൽ രണ്ടാം ഘട്ടത്തിന്റെ പൂർത്തീകരണത്തോടെ അത് 126 ദശലക്ഷം ടണ്ണായി ഉയരും. ഇതുകൂടാതെ ഒരു മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. NFW എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദകരായി ഖത്തറിനെ നിലനിർത്തുക എന്നതാണ് ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം. ഖത്തർ നാഷണൽ വിഷൻ 2030 ഭാഗമായി ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കൂടുതൽ പ്രൊജക്ടുകളുമായി ഖത്തർ മുന്നോട്ട് തന്നെ. അതിലൊന്നാണ് കാർബൺ ക്യാപ്ചർ. ഗ്യാസ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉപോൽപ്പന്നമായി പുറത്തുവരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുത്ത് ഭൂമിക്കടിയിൽ നിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഖത്തർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗരോർജ്ജ മേഖലയിലാണ് മറ്റൊരു പ്രൊജക്ട്. അൽ ഖർസ പോലെയുള്ള വമ്പർ സോളാർ പ്ലാന്റുകൾ വഴി 2030 വൈദ്യുതി ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറ്റാൻ ഖത്തർ ലക്ഷ്യമിടുന്നു. അമോണിയ ഉൽപാദനമാണ് മറ്റൊരു പ്രൊജക്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂ അമോണിയ പ്ലാന്റ് നിർമ്മിക്കാനും ഖത്തറിന് പദ്ധതിയുണ്ട്. ഇത് ഭാവിയിൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാൻ ഖത്തറിനെ സഹായിക്കും. ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഖത്തർ എനർജി. 1974 കമ്പനി സ്ഥാപിതമായത്. പഴയ പേര് ഖത്തർ പെട്രോളിയം എന്നായിരുന്നു. 2021
കമ്പനിയുടെ പേര് ഖത്തർ എനർജി എന്നാക്കി മാറ്റി. വെറും എണ്ണയും വാതകവും മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദ ഊർജ സ്രോതസ്സുകളിലേക്കും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക പാടമായ നോർത്ത് ഫീൽഡ് ഖത്തർ എനർജിയുടെ നിയന്ത്രണത്തിലാണ്. ഖത്തർ എനർജിക്ക് പല ഉപകമ്പനികളുണ്ട്. ഖത്തർ എനർജി LNG, ക്യാപ്കോ, നക്കീലാത്ത് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഖത്തർ എനർജിയിലും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഒരു ജോലി നേടുക എന്നത് പല പ്രവാസികളുടെയും സ്വപ്നമാണ്. നോർത്ത് ഫീൽഡ് എക്സ്പാൻഷൻ നടക്കുന്നതിനാൽ ഇപ്പോൾ അവസരങ്ങളുമുണ്ട്. പ്രധാനമായി എഞ്ചിനീയറിംഗ്, IT, സൈബർ സെക്യൂരിറ്റി, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ മേഖലകളിലാണ് ഒഴിവുകൾ ഉണ്ടാവാറുള്ളത്. ഖത്തർ എനർജിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ കരിയർ പേജ് വഴി നേരിട്ടും അപേക്ഷിക്കാം. ലോകോത്തര ശമ്പളം, മികച്ച താമസ സൗകര്യം, ഫ്രീ മെഡിക്കൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ മികച്ച ആനുകൂല്യങ്ങളാണ് ഖത്തർ എനർജിയിലെ പ്രധാന ആകർഷണങ്ങൾ.